ഹായ്, ഞങ്ങളുടെ സ്റ്റോക്ക് ടേക്കിംഗ് വെബ്സൈറ്റിന്റെ ഡെമോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ടീമിൽ നിന്ന് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർനാമും പാസ്വേഡും ഉപയോഗിച്ച് പ്രവേശിക്കുക. ലോഗിൻ ചെയ്ത ശേഷം അത് ശരിയാണെന്ന് ഉറപ്പാക്കുന്നതിന് പേജിന്റെ മുകളിൽ വലത് കോണിലുള്ള നിങ്ങളുടെ ഷോപ്പ് നാമം പരിശോധിക്കുക. PDD മെഷീനായി ഒരു പുതിയ ഉപയോക്താവിനെ സൃഷ്ടിക്കുന്നതിന് ക്രിയേറ്റ് യൂസർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസർനാമും നിങ്ങളുടെ പാസ്വേഡും നൽകാൻ കഴിയുന്ന ഒരു പോപ്പ് ദൃശ്യമാകും. നിങ്ങൾ വിശദാംശങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് യൂസർ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ ഉപയോക്താവിനെ വിജയകരമായി സൃഷ്ടിച്ചതായി നിങ്ങൾ ഇപ്പോൾ കാണും. കൂടാതെ ആവശ്യമെങ്കിൽ ഉപയോക്താവിനെ പ്രവർത്തനരഹിതമാകാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഉൽപ്പന്ന വിശദാംശങ്ങൾ അടങ്ങിയ ഒരു CSV ഫയൽ പ്രസിദ്ധീകരിക്കുന്നതിന് ലോഡ് ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ ഫയൽ ഫോർമാറ്റ് കാണുന്നതിന് നിങ്ങൾക്ക് ഡൗൺലോഡ് സാമ്പിൾ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ CSV സാമ്പിൾ ഫോർമാറ്റുമായി പൊരുത്തപ്പെടുകയാണെങ്കിൽ ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്യുക, തുടർന്ന് ഫയൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് വിജയിച്ച ശേഷം ഫയലിന്റെ പേര് ചുവടെ ദൃശ്യമാകും. പ്രസിദ്ധീകരിച്ച ഉൽപ്പന്ന വിശദാംശങ്ങൾ കാണുന്നതിന് വ്യൂ ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റർ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഫീൽഡ് തിരയാനും കഴിയും. റാക്ക് സൃഷ്ടിക്കാൻ മാനേജ് റാക്ക് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ആഡ് റാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുതിയ റാക്ക് സൃഷ്ടിക്കുന്നതാണ്. റാക്ക് നാമം നൽകി സേവ് ചെയ്യുക. റാക്ക് സൃഷ്ടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് റാക്ക് നാമം എഡിറ്റ് ചെയ്യാനോ റാക്ക് ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതാണ്. ഒരു ഉപയോക്താവിന് ഒരു റാക്ക് അനുവദിക്കുന്നതിന് റാക്ക് അസൈൻമെന്റിലേക്ക് പോകുക. ഇവിടെ ബന്ധപ്പെട്ട ഉപയോക്താക്കൾക്കൊപ്പം നിലവിലുള്ള റാക്ക് അലോക്കേഷൻ വിശദാംശങ്ങൾ കാണാം. ഒരു ഉപയോക്താവിന് ഒരു റാക്ക് നൽകുന്നതിന് സെർച്ച് ബാറിലെ യൂസർനാം സെർച്ച് ചെയ്യുക. പിന്നീട് യൂസറിനെ തിരഞ്ഞെടുക്കുക, തുടർന്ന് റാക്ക് അനുവദിക്കുക. സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉൽപ്പന്ന വിശദാംശങ്ങൾ കാണാൻ കഴിയും. ഡ്രോപ്പ് ഡൗൺ മെനു ഉപയോഗിച്ച് വ്യത്യസ്ത ഉപയോക്താക്കളുടെ സ്റ്റോക്ക് വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യുന്നതിന് ഇനാക്റ്റീവ് ലിസ്റ്റിൽ നിന്ന് ആക്റ്റീവ് ലിസ്റ്റിലോട്ട് നിങ്ങൾക്ക് ആവശ്യമായ ഫീൽഡുകൾ വലിച്ചിടുക. സ്റ്റോക്ക് വിശദാംശങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഞങ്ങൾ ഒന്നിലധികം ഫയൽ ഫോർമാറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നു. സ്റ്റോക്ക് എണ്ണത്തിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ സ്റ്റോക്ക് അളവ് എഡിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഓപ്ഷനുണ്ട്. മിസ്സിംഗ് സ്റ്റോക്ക് ക്ലിക്ക് ചെയ്ത് നഷ്ടമായ സ്റ്റോക്ക് വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്റ്റോക്ക് വിശദാംശങ്ങളിൽ കണ്ടതുപോലെ ഇവിടെയും നമുക്ക് യൂസർ വെച്ച് ഫിൽറ്റർ ചെയ്യാനും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനും ഫയൽ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. കമ്പാരിസൺ കാണാൻ കമ്പാരിസൺ റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും കീവേഡ് ഉപയോഗിച്ച് റിപ്പോർട്ട് ഫിൽട്ടർ ചെയ്യാനും എക്സൽ, CSV, JSON അല്ലെങ്കിൽ TXT ഒന്നിലധികം ഫോർമാറ്റുകളിൽ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനും കഴിയും. ഞങ്ങളുടെ വെബ്സൈറ്റ് ഉപയോഗിച്ചതിന് നന്ദി. ഏതെങ്കിലും നിർദ്ദേശങ്ങൾക്കോ പിന്തുണയ്ക്കോ ഞങ്ങളിലേക്ക് എത്തിച്ചേരാൻ മടിക്കേണ്ട. ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഒരു മികച്ച അനുഭവം ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.